വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇപ്പോൾ സ്പീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഗൈസ് ഇനി രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി എത്രയായി? 10 മണിയായി. ഇപ്പോൾ എല്ലാവരും ഉറങ്ങി പുറത്ത്. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പ്രേതം വരുന്ന പേടിയുണ്ട്. ഇപ്പോൾ ഫാൻ ഓഫാക്കിയതാണ് കേട്ടോ, കാരണം ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് നമ്മളെ വീഡിയോ ഒന്നും കേൾക്കില്ല പറയുന്നൊന്നും. അപ്പം പുറത്തെല്ലാവരും ഉറങ്ങുന്നതാണ്. അപ്പം ഒച്ചാണ്ടാക്കിയിട്ട് എല്ലാവരും എണ്ണീപ്പിക്കണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് നമ്മൾ പണി നോക്കാം. അപ്പോൾ ഇന്ന് സ്പെഷ്യലൊന്നുമില്ല. ഇപ്പോൾ രാത്രി കൊണ്ടുതന്നെ ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല, ഇന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഷോർട്സ് കണ്ടിരിക്കും ഗൈസ്. ഞാൻ പൗഡറെല്ലാം മൂത്തിടിച്ച് തലയോടെ കുളിക്കുന്നതല്ലുണ്ട് ഷോർട്സ്. ഞാൻ എന്തൊക്കെ പൗഡർ എടുത്തിട്ട് മൂത്തയാടി മറ്റേ അത് വീഡിയോ ചെയ്തിട്ട് പൗഡർ മറ്റുള്ള മൂത്തയടിച്ച് മറ്റുള്ള മൂത്തയടിച്ച് അത് മറ്റേ ഷാളിടിച്ച് തലയോടെ കുളിക്കുന്നതല്ലുണ്ട് വീഡിയോ. അപ്പം എല്ലാം കാണണം കേട്ടോ. ഷോർട്സ് നല്ല കോമഡി ഷോർട്സാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പം ഡ്രസ്സോടെ കുളിക്കുന്ന വീഡിയോ ഉണ്ട്, അപ്പോൾ എല്ലാം കണ്ടോ. അപ്പോൾ പൗഡർ മൂത്തയടി ഭയങ്കര കോമഡിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുക. അപ്പം ഇപ്പം ഇതാ സമയം കാണിച്ചുതരാം. 10:03 ഗൈസ്, 10:03. അപ്പം നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. കാരണം അധികം സൗണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യണ്ട. കാരണം ഇപ്പോൾ സമയം 10 മണിയാണ്. കാരണം 10 മണിക്കൊന്നും ഇവിടെ എല്ലാവരും നേരത്തെ ഉറങ്ങും. കാരണം 9 മണി 9:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും ഉറങ്ങും, ഞാനും ഉറങ്ങും. പക്ഷെ ഇന്ന് എനിക്ക് ഉറക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഉറക്ക് വന്നിട്ടില്ല. ഉറക്ക് വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇപ്പം നൈറ്റാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നൈറ്റാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ മയക്കിതാ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അത് ഒച്ചത്തിൽ വർത്താനം പറഞ്ഞാൽ എല്ലാവരും ഉണീക്കും പുറത്ത്. അപ്പം അത് സൗണ്ട് ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ മാത്രമേ ഉറങ്ങാത്തില്ല, എല്ലാവരും ഉറങ്ങി പുറത്ത് മൊത്തം ഇരുടായിരിക്കും. അപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ വെച്ചാൽ വേണ്ടിയിട്ട് ഓണാക്കുക. പക്ഷെ ഇപ്പോൾ ആൾക്കാരിൻ്റെ ആവശ്യമില്ല, നമുക്ക് നാളത്തെ വരെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളൊരു കളറൊക്കെ ഉണ്ട് ഇവിടെ. ഓരോ ഉരുണ്ടത് വീന്ന്. അപ്പോൾ ഇതാ ഇവിടെ ഒരു വാട്ടർ കളറുണ്ട്. അപ്പോൾ ഇതായിട്ട് വാങ്ങിയതാണ്, ഒറ്റ കുപ്പി വാങ്ങിയതാണ്, റെഡ് കളറാണ്. അപ്പോൾ ഇതാ ഇവിടെ പെയിൻറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം കളറിങ് ഒന്നും നടക്കൂല. അപ്പം ഞാൻ കുറച്ച് കളറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാടി തിരഞ്ഞിക്കാൻ. അപ്പം ഫസ്റ്റ് ഈ സാധനമൊക്കെ ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാം. അതിനുശേഷം ഈ കസാല നമ്മുടെ സാധനം എടുത്ത് വെക്കാം. ഗൈസ് ഞാനും ഉറങ്ങാൻ പോകുന്നതാണ്. അപ്പം പുറത്ത് എല്ലാവരും ഉറങ്ങി, അപ്പം ഞാനും കൂടി ഉറങ്ങാൻ ബാക്കിയുള്ളൂ. അപ്പം ഞാനും കൂടി കിടന്നാൽ എല്ലാവരും ഉറങ്ങും. ഓക്കെ, പുറത്തെല്ലാം ഉറങ്ങി, ഞാനും ഉറങ്ങാൻ ബാക്കിയുള്ളൂ. നമുക്ക് നേരെ വിലക്ക് എടുക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഇരിക്കാം. അതിനുശേഷം നമ്മുടെ സാധനം എന്നാൽ ചാർജിങ്ങിൻ്റെ കേബിളിൻ്റെ പൊട്ടിപ്പിന്നിടാം. ഞാൻ കുറേ വർഷം കാണിച്ചിട്ടുണ്ട്. ഓട്ടെ ഇതാ ഇപ്പോൾ 10:05 സമയം, 10:05. ഓക്കെ, ഈ കുപ്പി ഉരുണ്ടുകൊണ്ട് വീഴുന്നുണ്ട്, കുറേ നേരം വീഴുന്നു. ഓക്കെ, പിന്നെ അങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കളർ ചെയ്ത് കാണിച്ചു തരാം. നോക്കിയാൽ ഫസ്റ്റ് ഈ നോട്ട്ബുക്ക് ഇങ്ങോട്ട് മാറ്റി. അവിടെ ഈ മേശ ഫുൾ പിന്നെയും വൃത്തി കെട്ടുന്നുണ്ട്. മേശ ഒന്ന് ക്ലീൻ ചെയ്യണം, വൃത്തിയാക്കണം. ഓക്കെ, ഇതാ ഇത് ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചൊരു കളർ ബുക്കാണ്. ഇവിടെ കണ്ടോ, 6 സ്റ്റഡി. അപ്പം 6ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ കളർ ചെയ്ത കളറിങ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ കൊല്ലം. ഇപ്പം ഞാൻ 7ാം ക്ലാസ്സിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അന്നേരം കളർ ചെയ്ത കാണിച്ചു തരാം. വലിയ ഒരു രസമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇതാ ഫസ്റ്റ് തന്നെ നമ്മളെ ഇന്ത്യേൻ്റെ കൊടിയാണ്. ഇതാ ഇന്ത്യയിലെ പതാക നമ്മൾ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു വീട് വരച്ചിട്ടുണ്ട്, ഒരു മരവും. പിന്നെ ഈ ആളെ ഞങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഈ ആൾ അടുത്തന്നെ പേരുണ്ട്, അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതാളെ ഞാൻ പറയട്ടെ, വിജയാണ് ഗൈസ്. നമ്മൾ വിജയ് മറ്റേ സിനിമയിലൊക്കെ അഭിനയിച്ചാളും. അപ്പം അവനെ വരക്കാൻ നോക്കിയതാണ് ഞാൻ. ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി വരക്കാൻ നോക്കിയതാണ്. പക്ഷേ ഏകദേശം ചെറുങ്ങനൊന്നായിരുന്നു. പക്ഷെ അവനെപ്പോൾ തന്നെ ഉണ്ടല്ലോ. എന്താ പറയുക, വരയ്ക്കാൻ രസമില്ലാന്ന്. ഇതിൻ്റെ അപ്പുറമൊന്നുമില്ല. അപ്പുറം കേട്ടതാ എനിക്ക് കുറച്ച് റിയാലിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. കണ്ടോ, ഒരു വീടിൻ്റെ അപ്പുറം മല വെട്ടി സൂര്യൻ വരച്ചിട്ടില്ല. അപ്പോൾ ഇതാ മലയൊക്കെ വരച്ച് പിന്നെ ഒരു കാളുകളിലാക്കി ഒരു വഴി പോലെല്ലാക്കി ദിവസം. പിന്നെ ഡ്രോയിങ് വരച്ചു, പിന്നെ ഒന്നും വരച്ചില്ല കേട്ടോ. പിന്നെ ഈ പേജ് മൊത്തം കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരക്കണം, കാരണം ഇവിടെ പെയിൻറ്റ് ബ്രഷ് ഇല്ല, വാട്ടർ കളർ ഉണ്ട്. അതുപോലെ കളേഴ്സ് അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കിട്ടിയേ വരക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് പണി നോക്കാം നമ്മളെ. അപ്പോൾ ഞാൻ വീഡിയോ വേഗം തന്നെ ഓഫാകും, കാരണം ഉറക്കം വരുന്നുണ്ട് എനിക്ക്. ഇത്ര ഉറക്കം വന്നിട്ടില്ല, ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഉറക്കം വരും.
അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ വാച്ച് കുറേ ഉള്ള സാധനം ഡാൻസ് കളിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കളറിങ് ഇല്ലാത്ത ഒരു കളർ വരാത്ത ഒരു സ്കെച്ച്, ലോക്കൽ സ്കെച്ച് ഉണ്ട്. ഇത് വാങ്ങിയിട്ട് ഇവിടെ 10 കൊല്ലമായിട്ടായി. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പോയി. യൂസ് ചെയ്തില്ല, കുറവാണ്. ആകെ 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ താനായി കട്ട പിടിച്ച് തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കളറിൽ ചെയ്യുന്നില്ല, ഒന്നുമില്ല. വെറും ഇവിടെ ഇത് വരക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ, ഫുള്ള് കാര്യമാണ്. ഒരു മഞ്ഞയുണ്ടാണ്, 2 കളറുണ്ട്, കാട്ടിത്തരാം. അടുത്തതാ യെല്ലോ, 2 സെയിം തന്നെയാണ്, കളർ മാറ്റുന്നുള്ളൂ. കണ്ടോ, ഇതിനും കളറില്ല, 2ഉം കട്ട പിടിച്ചു പോയി. കുഴപ്പം. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു കൂട്ടം പെൻസിലുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് കാർസൊക്കെ, കാർസ് കാണിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ്. അപ്പം അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ രാത്രിയല്ലേ. ഫസ്റ്റ് സ്പോർട്സ് കാറിന് അങ്ങനെ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ഇത് ലംബോർഗിനിയാന്ന് തോന്നുന്നു, അതുപോലെ ഉണ്ട് ഏകദേശം. ചൂടെടുക്കുന്നു കേട്ടോ ഫാൻ ആക്കിയിട്ട്. ഓക്കെ, ഫാൻ ഇട്ടാൽ പിന്നെ വീടൊന്നും കേൾക്കൂല, അങ്ങനെ ഫാൻ ഇടാത്തത്. ഇപ്പോൾ ഇതാ ഒരു സ്പോർട്സ് കാർ ഉണ്ട്, ഭയങ്കര സൈലൻ്റാണ് ഇപ്പോൾ ഇവിടെ, കാരണം ഒരൊച്ചയും ബഹളമൊന്നുമില്ല. പിന്നെ താഴെ നിന്നൊക്കെ പുറത്ത് മുറ്റത്തു നിന്നൊക്കെ ആരോ സംസാരിക്കുന്നതൊക്കെ തോന്നുന്നു. ഭയങ്കര ഇരുടാണ് പുറത്തൊക്കെ. അപ്പം ഈ പ്രേതായിട്ടാണോ ജിന്നായിട്ടാണോ പേടിയാണ്. കാരണം ഇവിടെ അകത്തൊന്നും നമ്മൾ വീട് മൊത്തം സൈലൻ്റായി, കാരണം എല്ലാവരും ഉറങ്ങി. അപ്പം ഞാനേ ഉറങ്ങാത്തുള്ളൂ. അപ്പം ആണ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഉറങ്ങാൻ പോകുന്നതാണ്. അതൊക്കെയാണ് ഈ മറ്റേ ചൂടെടുത്ത് നിൽക്കാൻ പറ്റില്ല ഫാനൊക്കെ ആയിട്ട്. സ്പോർട്സ് കാർ, പിന്നെ നമ്മുടെ താർ, മെയിൻ സാധനം ഗൈസ്, താർ. അപ്പം എനിക്ക് താർ ഫാൻസിൻ്റെ കമൻറ്റ് ചെയ്യും. ഓക്കെ, താറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യും. 2 ഡോർ തുറക്കാനാവും, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം കണ്ടോ, താറിൻ്റെ 2 ഡോറും തുറന്നിട്ടുണ്ട്. 2 ഡോറും തുറക്കാൻ പറ്റും, 2 ഡോറും ഇങ്ങനെ പ്രസ് ചെയ്ത് അടക്കാൻ പറ്റും കണ്ടോ. പിന്നെ ഡിക്കൊന്നും അപ്പോഴാവില്ല. പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. ഇത് BMW ആണ്. ഇതാ BMWൻ്റെ എന്തൊരു മോഡൽ, ഇതിൻ്റെ മോഡലിൻ്റെ പേരൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പക്ഷേ BMW ആണ്. ഇതിൻ്റെ ഡോർ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല, അതാണ് കുഴപ്പം. അപ്പം വേറൊരു കാറുണ്ട്, അതിൻ്റെ ഡോർ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഓപ്പൺ ആക്കാൻ പറ്റും, കാരണം ഇതിന് ഫോർഡ് എന്നിട്ടുള്ള ഒരു പഴയ കാലത്തെ വിൻറ്റേജ് കാറാണ്. ഓക്കെ, ഇതിൻ്റെ ഡോർ നല്ല ഓപ്പൺ ആകുന്നുണ്ട്. പിന്നെ ഇതിന് ഡിക്കി ഉണ്ട് കേട്ടോ, ഡിക്കി ഓപ്പൺ ആക്കാനാണ്. പക്ഷെ അങ്ങനെ ഓപ്പൺ ആക്കൊക്കെ തരുന്നില്ല. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലാനായി, ഇതുവരെ ഡിക്കി ഓപ്പൺ ആക്കിയിട്ടില്ല. ഞാൻ ഇതാ ചെയ്യാൻ നടക്കും കേട്ടോ. ഗൈസ്, താഴെ ആരോ സംസാരിക്കുന്നത് തോന്നുന്നു കേട്ടോ, ഞാൻ നോക്കിയിരുന്നു കേട്ടോ. താഴെ ആരെയും കാണുന്നില്ല, പക്ഷെ സംസാരിക്കുന്ന വെച്ചേക്കുന്നു താഴേന്ന്, പുറത്തുനിന്ന്. അതാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അല്ലെങ്കിൽ ഒരു പേടിച്ചുണ്ടാണ്. എല്ലാം കൂടി ഇപ്പോൾ പ്രേതം എൻ്റെ കൈയല്ല. കുറേ നേരം സംസാരം കേൾക്കുന്നുണ്ടോ താഴേന്ന്. പ്രേതം ആരുടെങ്കിലും ആയിട്ടിപ്പോൾ ആരോ സംസാരിക്കുന്നത് താഴെ ആരും കാണുന്നില്ല. പക്ഷെങ്കിൽ പ്രേതമായിട്ടുണ്ടോ അറിയില്ല, ഫുള്ള് സൈലൻ്റാണ്. കാരണം നമ്മളീ പരിസരത്ത് സൗണ്ട് നിൽക്കുന്നത്, താഴെയാണ് സൗണ്ട് വെക്കുന്നത്, താഴെ പുറത്ത് മുറ്റത്തുനിന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് പൊടി പിടിച്ചു കേട്ടോ സാധനം. ഞാനിപ്പോൾ ഞാൻ മോഡലിന് വെച്ചാണ് ഇവിടെ വെറുതെ. ഞാനിത് യൂസ് ചെയ്യലോ ഓട്ടിക്കളിക്കലോ ഒന്നുമില്ല. ഇത് കുഞ്ഞുങ്ങളുടെ സാധനമല്ലേ, ഇതൊക്കെ നല്ല വരേണ്ട സാധനമാണ്. ഇതിപ്പം നല്ല ആൾക്കാരാവുന്ന സാധനമാണ്. ഇത് ഈ ഒറ്റ കാറിന്, ഈ വിൻറ്റേജ് കാറിന് 6 റുപ്യേൻ്റെ മേലുണ്ട്. ഈ താറിന് വരെ അത്ര പൈസയില്ല, താറിൻ്റെ BMW ഒന്നും. അപ്പോൾ 4 കാറാണ്, 5 കാറാണ് എടുത്തുള്ളത്. അതിൻ്റെ പേര് തന്നെ ഡിസയർ, സ്വിഫ്റ്റ് ഡിസയറിൻ്റെ മേലെ. പക്ഷേ അത് എടുക്കാനാവില്ല, അത് മോട്ടായിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം കൂടി ഉരുണ്ടി പോകും. അതുകൊണ്ട് 5 കാറിൻ്റെ ഒരു റെഡ് വിൻറ്റേജ് റെഡ് ഡിസയർ കാറ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം. ഇപ്പം കാണിച്ചതിനെ പറ്റില്ല, കാരണം അത് അതിൽ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. ആ കാറിന് പോലത്തെ കുറേ സാധനം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടിപ്പോൾ എന്തെങ്കിലും എടുക്കാനാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ സാധനം. വളരെ കുറേ 4 സംഭവം ഇപ്പം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ, അപ്പോൾ ഇത് ഞാൻ അടുക്കല്ല ഇങ്ങനെ കളിക്കലുണ്ട് വെറുതെ. അല്ലാണ്ട് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, കാരണം ഇത് എവിടെയും കൊണ്ടിട്ടുണ്ട് പെയിൻറ്റ് പോകും. കാരണം വിരൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയ കാറാണ്, അപ്പോൾ പോയിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. വിരൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കയ്യല്ല. ഇതിപ്പോൾ എങ്ങനെ വെച്ച് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇങ്ങോട്ട് നീങ്ങി ഞാൻ കറക്റ്റ് ലെവലിലും ക്രെഡിറ്റ് കറക്റ്റാക്കി വെച്ചാണ് ഞാൻ വെച്ചത്. മൊത്തം പിന്നെയും കുളമായി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് റെഡിക്കനെ കൊണ്ടാക്കാം. ഓക്കെ, ഈ മാച്ച് അവിടെ റെഡിയാക്കിയ സമയത്ത് വെച്ചാണ് ഇപ്പം. പക്ഷെ ഇപ്പം
ഇങ്ങനെ വെക്കുക ഗൈസ്. മൊത്തം തലവരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്നില്ല കേട്ടോ സാധനം. കാറ് നിൽക്കുന്നില്ല. കാർ ഇങ്ങോട്ടാണ് വരുന്നത്. ഇതോടാണ് ഇവിടെ എടുക്കാത്ത ഞാനിത്. ഇതുണ്ടോ ഗൈസ്, ഫുള്ള് പുഴ അളയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ നേരം കൊണ്ട് നീക്കി വെക്കണം ഞാൻ. ഗൈസ് നിൽക്കുന്നില്ല കേട്ടോ കാറിന് മുകളിൽ. കീഴി ഇങ്ങോട്ടൊക്കെ തന്നെ ഇതാ പോയിരുന്നു കാറ്. എന്താ ഇവിടെ പ്രേതശല്യം കൂടുതലാണ്. പ്രയാട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ വെക്കുന്ന കാറ് താഴെ ഇങ്ങോട്ടൊക്കെ പോയിരുന്നതാണ്. കാരണം അങ്ങനെ ഒന്നൊന്നുമില്ലല്ലോ ഇവിടെ. പിന്നെന്താ കാറിന് വരെ പേരാന്തായി ഞാൻ തോന്നുന്നു കേട്ടോ ഗൈസ്. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കറക്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അത് മതി. രാത്രി ഇതിലോട് പൊളിഞ്ഞ് ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിച്ചിട്ട് ഇവിടെ ആണെങ്കിൽ ഒളിച്ചൊക്കെയായിരിക്കും പോയിട്ട്. നമുക്ക് പേടി ഇതിൽ എപ്പോഴെങ്കിലും പൊരിഞ്ഞ് വീണിട്ടുണ്ടെങ്കിലോ. പക്ഷെ കയറിട്ട് കെട്ടീന് കേട്ടോ. കയറ് ചിലപ്പോൾ മുറിഞ്ഞിട്ട് വീണാലോ. കാരണം ഇത് കനം കൂടിയിട്ടുണ്ടോ സാധനത്തിൽ. ഈ ഒരു സാധനത്തിന് മുകളിൽ നിറച്ചും സാധനമാണ്. കുറച്ച് നല്ലുള്ള കനമുള്ള സാധനങ്ങളുള്ളത്, ചെറിയൊരു സാധനങ്ങളൊന്നുമല്ല. അപ്പം എന്തെങ്കിലും ഒരു ദിവസം പൊളിഞ്ഞ് വീഴാണ്ടുന്ന വയ്യെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം പൊട്ടി വീണാൽ രാത്രി ഉറങ്ങുമാട്ടം വീണാൽ അത് സീനാവും. വീഴുമ്പോൾ നല്ല സൗണ്ടും ഉണ്ടാവും. കാരണം ഇതെല്ലാം കൂടി പൊളിഞ്ഞ് വീഴുമ്പോൾ ഇതിൻ്റെ മുകളിൽ പല പൊളിയുന്ന സാധനം, അങ്ങനെ പല വില കാറ് വേണ്ട സാധനങ്ങൾ അതിൻ്റെ മേലെ ഉണ്ട്. അപ്പം വീഴുമ്പോൾ പൊളിയുന്ന സാധനം പൊളിയും, അങ്ങനെ പൊട്ടാനുള്ള സാധനം പൊട്ടും. അങ്ങനെ ഓരോന്നോരോന്നായി നശിച്ച് നാറാങ്കല്ലാവും. അപ്പോൾ ഇത് വീഴുമ്പം ഫസ്റ്റ് കാണിക്കും. പിന്നെ പുറത്തുള്ള എല്ലാവരും എണീക്കും. അകത്തുള്ള എല്ലാവരും എണീക്കും. പിന്നെ ഇവിടെ ലോകമാസം ആൾക്കാർ എണീക്കായിരിക്കും. ലോകമാസം എണീക്കില്ല. കാരണം ഇത് വീഴുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും. ഇവിടുത്തെ എല്ലാവരും എണീക്കും ചിലപ്പോൾ. ആ പറഞ്ഞ ഞാൻ ഇപ്പോൾ വീഴാണ്ടെന്ന വയ്യെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പണ്ടെങ്ങാനും വെച്ച ഒരു 10 ഉറുപ്പികയിലുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കിട്ടിയ വൃത്തിയാക്കുന്നേരോ. പണ്ടെങ്ങാനും ഇപ്പോൾ ഒന്നുമല്ല, കുറേ മുമ്പ് വെച്ചാണെന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ പൈസയെല്ലാം ഈ തൂത്തിലാണ്. തൂത്തിൽ നിന്ന് ഞാൻ മാറ്റി. ഇപ്പം തൂത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, തൂത്തിൻ്റെ സംഭവം പൊട്ടിപ്പോയി തൂത്തിൻ്റെ. അപ്പം അത് റെഡിയാക്കണം കേട്ടോ. അത് തുരുമ്പ് പിടിച്ചതാണ്. അപ്പോൾ അത് ചെറുങ്ങനെ ചെയ്യണം. സൂപ്പർ കളിപ്പിച്ച് ഒട്ടിക്കണം. അപ്പം അവർ ഞാൻ പൈസ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പൈസ ഇല്ല കേട്ടോ. പൈസ വേറെ സ്ഥലത്തേക്ക് മാറ്റി. അപ്പം അത് ഒട്ടിച്ച് റെഡിയാക്കിയതിന് ശേഷം പൈസ സ്ഥലത്തിന് വെക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്തല്ലോ ഗൈസ്. 12 മിനിറ്റ് വരിക. അപ്പം വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് പറ. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ കുറേ കാലിക്കുപ്പി, അത്തറിൻ്റെ കുപ്പികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഞാൻ പണ്ടൊരു കളറടിച്ചൊരു സംഭവം കാണിച്ചു തരാം. ഒരു ഗ്ലാസ്സാണ് ഉണ്ടോ. ഇത് ഞാൻ കളറടിച്ചതാണ്. പണ്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൻ്റെ മുമ്പേ ഒരു ചാനലില്ലായിരുന്നു എനിക്ക്. ഒരു വ്ളോഗിൻ്റെ ഇതിൽ മുമ്പേ ഒരു വ്ളോഗിൻ്റെ ചാനലില്ലായിരുന്നു. 50 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പോയി ആ ചാനലിൽ. അപ്പോൾ ആ ചാനലിലെ കളറടിച്ച കപ്പാണിത്. അപ്പം ആ ചാനലിൽ ഉണ്ടാവും ഈ വീഡിയോസ്. പക്ഷേ ആ ചാനൽ ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ടാവില്ല. കാരണം ആ ചാനൽ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ആ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ആ ചാനൽ അടിച്ചില്ല. ആ വ്ളോഗിൻ്റെ 50 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ അതിന് നമുക്ക് ഇപ്പം നമുക്കിവിടെ 260 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലില്ല. അപ്പം കുഴപ്പമില്ല, ആവശ്യമില്ല. അപ്പോൾ ഇത്രയുള്ള ബിസിനസ്സൊക്കെ. പിന്നെ നമ്മുടെ സാധനമൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ട്. കസാല സൈഡിലേക്ക് വന്നിട്ട് ആനനെ തുമ്പി കൈ പോലത്തെ കസാലാണ്. അപ്പം ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഫുൾ അലങ്കോലാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം നല്ലതാക്കി ഞാൻ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. കാരണം രാവിലെ എണീക്കേണ്ടതാണ്. മദ്രസ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നാളെ സ്കൂളുണ്ട്. അതുകൊണ്ട് എന്തായാലും കിടന്നുറങ്ങിയിട്ട് എണീക്കുന്നതാണ് രാവിലെ. അപ്പോൾ ആ നല്ല ഉറക്കം വരുന്നില്ല. അപ്പം പുതിയൊരു വീഡിയോ കാണാം. ബായ്. എനിക്ക് പേടിയെന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒച്ചപ്പാട് വെക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും ഉറങ്ങി. പുറത്തൊന്നും ലേറ്റില്ല. എൻ്റെ റൂമിൽ വന്നിട്ട് ലേറ്റ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും കിടന്നു. ഞാൻ ഉറങ്ങാത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എത്ര കളി 10 ആയിട്ടാന്ന് തോന്നുന്നു. 10 കളി 10 ആയിക്കൊണ്ടില്ല തോന്നുന്നു. ശരിയാ വയസ്സ് 10 ആയി. 10:17 ഇതാ 10:17 PM. ഓക്കെ, കുറച്ച് ശ്രദ്ധിക്കേണ്ട കളികളാണ് ഇനി. 11 മണിയായി പിന്നെ ഞാൻ ഇവിടെ കൂറാൻ വിളിക്കും. കാരണം ഞാനങ്ങനെ ഉറങ്ങാണ്ട് നിൽക്കില്ല. 11-12 നിൽക്കില്ല. അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ട് പെട്ടപ്പോൾ കുറേ സമയമായി. അപ്പോൾ പുതിയൊരു ഇനി കാണാം ഗൈസ്. അവർക്കും ബൈ.